കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിൽ കേന്ദ്രവും ബംഗാൾ സർക്കാരും അക്ഷരാർത്ഥത്തിൽ പോർവിളി നടത്തുകയായിരുന്നു. ഒടുവിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കേട്ടുമടുത്ത ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പറയേണ്ടി വന്നു, ദയവായി വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന്. തർക്കത്തിന് തുടക്കമിട്ടത് CBIക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നേരെ ചൂണ്ടുന്ന വിരലുകൾ മുറിച്ചു മാറ്റുമെന്ന് ഒരു സംസ്ഥാന മന്ത്രി പറഞ്ഞതായി മേത്ത ചൂണ്ടിക്കാട്ടി. ബുള്ളറ്റുകൾ ഉതിർക്കുമെന്ന് പ്രസ്താവന നടത്തിയത് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണെന്ന് ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ തിരിച്ചടിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഇടപെട്ടു. സാഹചര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും ഇരു കൂട്ടരെയും ഓർമ്മിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 151 ഗ്രാം പുരുഷ ബീജമുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ അഭിഭാഷകയോട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തങ്ങളുടെ മുന്നിലുണ്ടെന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്നും സമൂഹ മാധ്യമങ്ങളിൽ വായിച്ചത് വെച്ച് കോടതിയിൽ വാദിക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് രോക്ഷത്തോടെ പ്രതികരിച്ചു. കേസ് അന്വേഷിക്കുന്ന CBIയുടെ തൽസ്ഥിതി റിപ്പോർട്ടും പ്രക്ഷോഭത്തെ തുടർന്ന് ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണം അന്വേഷിക്കുന്ന കൊൽക്കത്ത പോലീസിന്റെ തൽക്ഷണ റിപ്പോർട്ടും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ഇത് പരിശോധിക്കുന്നതിനിടയിലും കപിൽ സിബലും തുഷാർ മേത്തയും കൊമ്പുകോർത്തു. 5-ാം ദിവസം അന്വേഷണം ഏറ്റെടുത്തപ്പോഴേക്കും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്തിയെന്നും തെളിവ് നശിപ്പിച്ചുവെന്നുമുള്ള CBIയുടെ തൽക്ഷണ റിപ്പോർട്ടിലെ പരാമർശത്തെ കൊൽക്കത്ത പോലീസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് വെച്ച് കപിൽ സിബൽ ഖണ്ഡിച്ചു. ഇതെല്ലാം വെള്ളം കലക്കലാണെന്നും രേഖകൾ മാറ്റിമറിച്ചുവെന്ന തോന്നലുണ്ടാക്കാനാണ് CBI ശ്രമിച്ചതെന്നും സിബൽ കുറ്റപ്പെടുത്തി. എന്നാൽ തങ്ങൾ വെള്ളം കലക്കുകയല്ല, ചെളി കളയുകയാണ് ചെയ്യുന്നതെന്ന് തുഷാർ മേത്ത അവകാശപ്പെട്ടു. പിതാവ് നിർബന്ധിച്ച ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തതെന്ന് മേത്ത വാദിച്ചപ്പോൾ പരാതി എഴുതി തരാമെന്ന് ഇരയുടെ പിതാവ് പറഞ്ഞതിനാൽ അതിന് കാത്തിരുന്നതുകൊണ്ടാണ് FIR വൈകിയതെന്ന് സിബൽ മറുവാദം ഉന്നയിച്ചു. ഇരു റിപ്പോർട്ടുകളിലും സംഭവങ്ങളുടെ സമയക്രമത്തിൽ പൊരുത്തക്കേട് എങ്ങനെയുണ്ടായെന്ന് ജസ്റ്റിസ് പർദിവാല CBI ജോയിന്റ് ഡയറക്ടറോട് ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുറന്ന കത്തയച്ച് മമത സ്കോർ ചെയ്തത്. രാജ്യത്തുടനീളം പ്രതിദിനം 90 ബലാത്സംഗ കേസുകൾ നടക്കുന്നുവെന്നത് ഭയാനകമാണെന്നും പീഡന കേസുകളിൽ നീതി ഉറപ്പാക്കാൻ കർശന നിയമനിർമ്മാണവും അതിവേഗ കോടതികളും ആവശ്യമാണെന്നും മമത കത്തിൽ ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 9-നാണ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ 31-കാരിയായ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. സംഭവം കൈകാര്യം ചെയ്തതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ബംഗാൾ സർക്കാരിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾക്കും ഡോക്ടർമാരുടെ രാജ്യവ്യാപക സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾക്കുമാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. തുടർന്ന് സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു.